ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണ്. നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റൈല്, എൻ്റെ സ്റ്റൈല്, ആ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ബട്ടർ ചിക്കനാണ്. അത് ആദ്യം ബട്ടർ പാനിലേക്ക് ഇട്ടു. അതിനുശേഷം ബട്ടറൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ നേരത്തെ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ കഷ്ണങ്ങളാണ് വേണ്ടത്. ബോൺലെസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി വറക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറുതായി ഒന്ന് വേവണം വരെ ഒന്ന് വറുത്തെടുക്കുക. ചെറുതായി വെന്താൽ മതി. നന്നായി വേവില്ല, നല്ല ടെമ്പറായി നന്നായി വെന്ത് കഴിഞ്ഞു. അങ്ങനെ എൻ്റെ എല്ലാ പ്രാവശ്യം വറുത്ത് മാറ്റാറുണ്ടായിരുന്നു. എല്ലാം വറുത്തും കോരി അതിന് ശേഷം നമുക്ക് ആ പാനിലേക്ക് തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു 50 ഗ്രാം ഉണ്ടാവും. ഇഞ്ചി അരിഞ്ഞത്, പിന്നെ സവോള 4 സവോള വലുത് അത് ക്യൂബായിട്ട് അരിഞ്ഞത് അത് ചേർത്ത്. പിന്നീട് നമുക്ക് 4 സവോള മതി. പിന്നീട് വേണ്ടത് വെളുത്തുള്ളി, പച്ചമുളകാണ്. വെളുത്തുള്ളി ഒരു 6 വേണ്ടത് വെന്ത് വരുമ്പോൾ പിന്നെ പച്ചമുളക് ഒരു 4 ചെറുതാക്കി വെട്ടിയിട്ടുണ്ട്. അതുകൂടി ഇടേണ്ടതാണ്. വെളുത്തുള്ളി നല്ല രസമാണ് ആ വെളുത്തുള്ളിയുടെ മണം വേണം. പിന്നെ നന്നായി ഡീപ്പായിട്ടുള്ള ഫ്രൈ വേണ്ട. പിന്നെ ഒരു 10 കാശ്മീർ നന്നായി ഇളക്കണം. അല്ലെങ്കിൽ ആ ബട്ടറിൻ്റെ ഭാഗം പിടിച്ചിട്ട് ബ്ലാക്കിഷ് കളർ വന്നിട്ട് അത് വരാതെ ഇടയിൽ നിന്ന് ഇളക്കാൻ മറന്നുപോയി. ആ സമയത്ത് അതവിടെ പിന്നെ 3 തക്കാളി അത്യാവശ്യം പഴുപ്പുള്ള തക്കാളിന് അത് ക്യൂബായി അരിഞ്ഞിട്ട് അതിലിട്ടു. നന്നായി ഒന്ന് കുക്ക് ചെയ്യാം. ഹാഫ് വെന്തിൻ്റെ മീതെ കുക്ക് വരണം. അങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ഗരം മസാല പൗഡർ ഞാൻ മഞ്ഞൾപ്പൊടിയിലും മുളക് പൊടിയിലും കണക്ക് കുറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് തണുക്കാൻ വെച്ചു. അതിനുശേഷം ഈ പാനിലേക്ക് തന്നെ നമ്മൾ ബട്ടർ ഇട്ടു. അതിനുശേഷം നമുക്ക് ആ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഈ ബട്ടറിലേക്ക് ഇടണം. നന്നായി ഇളക്കിക്കോളോ, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇത്ര തിക്ക് വേണ്ട. ഞാൻ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ഇടണം. ഇത്ര വരെ ഉപ്പിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു സ്വല്പം എരിവ് കൂടുതൽ തോന്നിയപ്പോൾ പഞ്ചസാര ഇട്ടു. ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ഇട്ടു. പിന്നെ കസൂരി മേത്തി എന്താണെന്നറിയാമല്ലോ എല്ലാവർക്കും. ഉലുവയുടെ ഇല പൊടിച്ചതാണ്, ഉണക്കി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ ചിക്കൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ടു. നന്നായി ഇളക്കി കൊടുത്തു. ഇളക്കിക്കുമ്പോൾ നന്നായി ഒന്ന് തിക്കുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം ചൂടാക്കി ഒഴിക്കാൻ മറക്കരുത്. അതിനുശേഷം ബാക്കിയുള്ള ബട്ടർ ഇട്ടു. പിന്നെ അമൂലിൻ്റെ ഫ്രഷ് ക്രീം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇട്ട് അങ്ങനെ നമ്മുടെ നല്ല ഒരു ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവർക്കും ടേസ്റ്റിയായ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ വീട്ടിൽ തന്നെ സാധിക്കുന്നതായിരിക്കും.